മലപ്പുറം ജില്ലയിൽ തെക്ക് പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന കൽപ്പകഞ്ചേരി പഞ്ചായത്തിലെ പ്രധാന മഹല്ലുകളിൽ ഒന്നാണ് കിഴക്കേപ്പുറം മഹല്ല്. മഹാനായ സയ്യിദ് സീനുദ്ദീനുൽ ബുഖാരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അന്തിയുറങ്ങുന്ന മണ്ണ്. ദീനീ വിജ്ഞാന മേഖലയിൽ നൂറ്റാണ്ടിൻ്റെ ചരിത്ര പാരമ്പര്യമുള്ള ഈ പ്രദേശത്ത് പൂർണ്ണചന്ദ്രനെ പോലെ വൈജ്ഞാനിക പ്രഭ പരത്തി നിൽക്കുന്ന സ്ഥാപനമാണ് സുബുലുസ്സലാം ഹയർ സെക്കൻഡറി മദ്രസ. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച് നമ്മോടൊപ്പമില്ലാത്ത പൂർവസൂരികളായ മഹത്തുക്കളെ ഞങ്ങൾ ഓർക്കുന്നു. പൂർവികർ കഠിനാധ്വാനം ചെയ്ത് സ്ഥാപിച്ച ഈ മദ്രസക്ക് 1958 2756 നമ്പറായി സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് അംഗീകാരം നൽകി. കാലത്തിനനുസരിച്ച് ആടിയും പാടിയും എഴുതിയും വരച്ചും കുട്ടികൾ സന്തോഷത്തോടെ പഠിക്കുന്ന 1-ാം ക്ലാസ്. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിൻ്റെ പരിഷ്കരിച്ച പാഠ്യപദ്ധതിക്ക് അനുസരിച്ച് ക്ലാസ് എടുക്കാൻ വേണ്ട സ്മാർട്ട് ക്ലാസ് സൗകര്യം എല്ലാ ക്ലാസ് മുറികളിലും സജ്ജമാക്കിയിട്ടുണ്ട്. പഠിക്കുന്നത് പ്രാക്ടിക്കലായി പരിശീലിക്കാൻ വേണ്ട എല്ലാവിധ സൗകര്യവും സ്ഥാപനത്തിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ വായനാശീലം വളർത്തിയെടുക്കാൻ വിശാലമായ ലൈബ്രറിയും സമസ്ത കേരള സുന്നി ബാലവേദിക്ക് കീഴിൽ സ്ഥാപനത്തിൽ സംവിധാനിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ സർഗവാസനകൾ പരിപോഷിപ്പിക്കുന്നതിന് നസീഹത്തുൽ മുതഅല്ലിമീൻ സാഹിത്യ സമാജവും നടന്നുവരുന്നു. വിദ്യാർത്ഥികളിൽ രചനാ വൈഭവവും കലാവാസനയും വളർത്തിയെടുക്കാൻ അന്നസീഹ കയ്യെഴുത്ത് മാഗസിനും സപ്ലിമെൻറ്റുകളും മറ്റു പ്രസിദ്ധീകരണങ്ങളും പുറത്തിറക്കുന്നു. അധ്യയന വർഷത്തെ മുഴുവൻ ദിനാചരണങ്ങളും വളരെ ഭംഗിയായി നടത്തപ്പെടുന്നു. സന്തുഷ്ട കുടുംബം, കുരുന്നുകൾ, സുപ്രഭാതം എന്നിവയ്ക്കും ധാരാളം വരിക്കായെ ചേർക്കുന്നു. റേഞ്ച് മേഖല ഇസ്ലാമിക കലാമേളകളിൽ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ച് ഉന്നത വിജയം നേടിയത് മദ്രസക്ക് അഭിമാനകരമായ നേട്ടമാണ്. നജാത്തുൽ അനാം സംഘത്തിന് കീഴിൽ തന്നെ രണ്ടത്താണിയിലും മുതുകപ്പറമ്പിലും കുണ്ടംപിടാവിലും ബ്രാഞ്ച് മദ്രസകൾ വളരെ ഭംഗിയായി പ്രവർത്തിച്ചു വരുന്നു. വളർന്നു വരുന്ന കുരുന്നുകളെ ഇസ്ലാമിക അന്തരീക്ഷത്തിൽ തന്നെ ഭൗതിക വിദ്യാഭ്യാസം നൽകുക എന്ന ലക്ഷ്യത്തോടെ മഹല്ല് കമ്മിറ്റിക്ക് കീഴിൽ പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനമാണ് നജാത്ത് പബ്ലിക് സ്കൂൾ. സമസ്തയുടെ അൽബിർ, അസ്മി എന്നീ പാഠ്യപദ്ധതികൾ അനുസരിച്ച് വിദ്യാഭ്യാസം ഈ സ്ഥാപനത്തിൽ നൽകി വരുന്നു. ഈ മദ്രസയുടെ ഉയർച്ചയിലും വളർച്ചയിലും തുടക്കം മുതൽ ഇന്നേ വരെ സഹകരിച്ച എല്ലാവരെയും കൃതജ്ഞതയോടെ ഇവിടെ സ്മരിക്കുന്നതോടൊപ്പം എല്ലാവർക്കും അർഹമായ പ്രതിഫലം പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹു നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.